ചൂട് കനക്കുന്ന പാലക്കാട്ടെ അണക്കെട്ടുകളിലെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി കടലാസിലൊതുങ്ങി. മലമ്പുഴ ഡാമിൽ അടിഞ്ഞുകൂടിയ ചെളിയും മറ്റും നീക്കം ചെയ്ത് സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഡാം ഡിസിൽറ്റേഷൻ പദ്ധതിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഡാമിൽ നിന്നും കോരിയിട്ട മണൽ പോലും പൂർണ്ണമായും നീക്കിയിട്ടില്ല. സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാമാണ് മലമ്പുഴയിലേത്. 226 ദശലക്ഷം ഘനമീറ്റർ സംഭരണശേഷിയുള്ള ഡാമിൽ 40 ദശലക്ഷം ഘനമീറ്ററോളം ചെളിയും മണലും അടിഞ്ഞുകിടക്കുന്നതായാണ് പഠന റിപ്പോർട്ട്. ഇവ പൂർണ്ണമായും നീക്കിയാൽ കൂടുതൽ വെള്ളം ഉൾക്കൊള്ളാനാകും. സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നത് ഡാമിലെ കരുതൽ ജലശേഖരത്തിനും ഗുണകരമാവും. പാലക്കാട് നഗരസഭയിലേക്കും സമീപത്തെ 10ഓളം പഞ്ചായത്തുകളിലേക്കുമുള്ള ജലവിതരണം നടക്കുന്നത് മലമ്പുഴ ഡാമിൽ നിന്നായതിനാൽ സംഭരണശേഷി വർദ്ധിപ്പിക്കൽ അനിവാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പാതിയിൽ നിലച്ച പദ്ധതി പുനരാരംഭിക്കണമെന്നാണ് ജനകീയ ആവശ്യം. വേനൽ കനത്തതോടെ മലമ്പുഴ ഡാമിൽ നിലവിൽ 97.60 ദശലക്ഷം ഘനമീറ്റർ വെള്ളം മാത്രമാണുള്ളത്. ഇത് സംഭരണശേഷിയുടെ 40% മാത്രമാണ്. കഴിഞ്ഞ വർഷാവസാനം മലമ്പുഴ ഡാമിൽ 77% വെള്ളമുണ്ടായിരുന്നപ്പോൾ ജനുവരിയിൽ ഇത് 53%വും ഫെബ്രുവരിയിൽ 43%വുമായി കുറഞ്ഞു. 2019 നടത്തിയ പഠനത്തിൽ മലമ്പുഴ ഡാമിന്റെ സംഭരണശേഷി ചെളിയടിഞ്ഞത് 1/5 കുറഞ്ഞതായി കണ്ടെത്തിയിരുന്നു. വാളയാർ, മീങ്കര, ചുള്ളിയാർ ഡാമുകളിൽ നിന്ന് മണൽ നീക്കം നടത്തുന്നുണ്ടെങ്കിലും ഉദ്ദേശിച്ച ഫലം കണ്ടില്ല. മംഗലം ഡാമിലെ മണൽ നീക്കം സ്തംഭിച്ച സ്ഥിതിയിലാണ്. മലമ്പുഴ ഡാമിൽ നിന്ന് ജലസേചനത്തിന് 150 ദശലക്ഷം ഘനമീറ്റർ വെള്ളവും കുടിവെള്ളത്തിന് 40 ദശലക്ഷം ലിറ്റർ വെള്ളവുമാണ് നൽകുന്നത്. വാളയാറിൽ അണക്കെട്ടുണ്ടായിട്ടും കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കെല്ലാം മലമ്പുഴ ഡാമിനെയാണ് ആശ്രയിക്കുന്നത്. മലമ്പുഴയെ ആശ്രയിച്ച 26,000 ഹെക്ടർ കൃഷിക്കുള്ള ജലസേചനവും ശുദ്ധജല പദ്ധതികളുമുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.